ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അതാണ് വീഡിയോ കണ്ടിരുന്നത്. പിന്നെ പരീക്ഷയ്ക്കായിരുന്നു, അപ്പോൾ അതാണ് വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ നമ്മളെന്ന് വിളിക്കുന്ന FC മൊബൈലിൽ ഞാൻ എന്താ അതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താ അതിൻ്റെ അടുത്ത വീഡിയോ ആണത്. വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇത് ക്ലൈം ചെയ്യട്ടെ. ഈ FC പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു, കുറേ ദിവസമായി. ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞ് ഇനി FC26 4 ദിവസം കണ്ടു കഴിഞ്ഞാൽ വരും. ഞാൻ ഇപ്പോൾ കളിച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ നമ്മൾ ബ്ലോക്ക് ഷോട്ട്സിൻ്റെ വീഡിയോസ് അതെ FC26 അപ്പം മേഴ്സിനാനോ കളയുമെന്നല്ലേ പറഞ്ഞു FC26. സോറി വേണ്ട. ഇതെന്നാ പറഞ്ഞത്? 3 ദിവസം കഴിഞ്ഞ് വരും ഗൈസ്. മേഴ്സിനാനെ കിട്ടി, ഭാഗ്യം. ഇതെന്താ എന്തൊക്കെയോ കുറേ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് നമുക്ക് എല്ലാ തേഴ്സ്ഡേയും 10,000 ജെംസ് വെച്ച് കിട്ടും. അത് നമ്മളെ ലീഗ് അനുസരിച്ചാണ്. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി കയറിട്ടാ അത്രയാണ് നടക്കുന്നത്. പരീക്ഷയ്ക്കായിരുന്നു ഗൈസ്, അപ്പോൾ കളിക്കാൻ പറ്റിയില്ല. പിന്നെ അതാണ് വീഡിയോയും വരാൻ വൈകിയ. കുറേ ക്ലൈം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മിക്കവാറും ചാലഞ്ചസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി. എന്നുവെച്ചാൽ ക്യാപ്റ്റൻസിൻ്റെ മറ്റേ എന്തായിരുന്നു ബാഡ്ജ് കളക്ട് ചെയ്ത് പ്ലെയറിനെ കിട്ടുമെന്നുള്ളതൊക്കെ ഞാൻ എടുത്തു. സ്പിൻ ചെയ്താലോ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അത് സോറി ഗൈസ്. അപ്പോൾ എന്താ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അന്നത്തേക്കാളും കുറേ കളിച്ചു. ഇത് VS Attack. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ടീം. ഇതെന്താ നോ വാല്യൂ? ലോഡിങ്. അപ്പോൾ ഇനി നമ്മൾ ഫോർമേഷൻ ഒന്ന് മാറ്റണം എന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ അതങ്ങോടെ പോയി. ഇതിൻ്റെ അകത്താണ് ഞാൻ വേണ്ടത്. പക്ഷെ എനിക്കിതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം. തലമ്പ ഉണ്ടോ? OVR വരെ കുറഞ്ഞു പോയി. പക്ഷേ അതിനുള്ള പ്ലെയേഴ്സിൻ്റെ ഇല്ല. അതിപ്പോൾ വിനി ജൂനിയറിനെ എടുത്തിട്ടു. പിന്നെ ഒരു ടോട്ടി ഉണ്ടായിരുന്നല്ലോ. ടോട്ടിനി റാങ്കപ്പ് ചെയ്യാം. ഇപ്പോൾ 111ആയി. ഇനി കോളമുവാനീനെ ഇപ്പോൾ RW ഇല്ല. അപ്പോൾ RW ഇല്ലാണ്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൊട്ട പ്ലെയറിനെ എല്ലാം എടുക്കുന്നത് കണ്ടോ. പക്ഷെ കോളമുവാനി ആ സൈഡ് വീക്കുക. അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റില്ല അങ്ങനെ. ബാക്കി എല്ലാവരും ഏകദേശം കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്നും അതിൻ്റെ വില നോക്കാം. നമുക്കൊരു 109 വേണം. എന്തായാലും 1 മില്യൺ ഉണ്ടാവും. 1 ബില്യണൊക്കെ ആയിരിക്കും. 109 വേണോ അതോ റാങ്കപ്പ് ചെയ്യണോ? അത് നോക്കാം. ഇച്ചിരി വിലയുണ്ട്. ഇല്ല ഇത് എത്രയാ? ബെസ്റ്റ് ഉണ്ടോ? 1 ബില്യൺ. ഇതാണ് ഏറ്റവും കുറഞ്ഞത്. ഇവനൊക്കെ റാങ്കപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പറ്റി. എത്രയാ ബെസ്റ്റ്? എല്ലാം വിലയാ. ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല.
107. പക്ഷെ നമുക്ക് കുറേ പ്ലേയേഴ്സ് വിൽക്കാൻ കിടപ്പുണ്ട്. പക്ഷെ അത് വിൽക്കണോ എനിക്ക് ഈ പുള്ളിനൊന്നും വിൽക്കാൻ പറ്റില്ല. സാധന ടീമിലുണ്ട്, ഈ പുള്ളി ടീമിലുണ്ട്, ഈ പുള്ളി ടീമിലുണ്ട്, ഈ പുള്ളി ടീമിലുണ്ട്. ഈ പുള്ളി ടീമിലില്ല. പക്ഷെ വിൽക്കണോ? വിൽക്കാൻ പറ്റും. ഈ പുള്ളിനെ വിൽക്കാൻ പറ്റും. പക്ഷേ ടീമിലുണ്ടോന്ന് സംശയമുണ്ട്. ടീമിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഞാൻ കിടക്കണം. വേറെ അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒന്നെങ്കിൽ ഇവരെല്ലാവരും വിൽക്കാൻ പറ്റില്ല. ഈ പുള്ളീനെ വെക്കണം, പിന്നെ ഈ പുള്ളീനെ ഏറ്റവും പറ്റും. പക്ഷെ എന്നാലും അതിനുള്ള വിഷയമില്ല. ഒരു പിള്ളേറിനെ വിറ്റു. പിന്നെ വിറ്റു. പിന്നെ നമ്മളിനി എന്താ ചെയ്യുക? നമുക്ക് ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടാനില്ല. നമ്മളിപ്പോൾ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. നമുക്കൊരു LWന് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമേഷൻ മാറ്റായിരുന്നു. നമുക്ക് 3000 ഇതിൻ്റെ അകത്ത് LW RW അല്ലേ നമുക്ക് വേണ്ടത്? ഈ പുള്ളിയുള്ളു. പിന്നെ ഇതിലുള്ള ഈ പുള്ളിക്കുണ്ട്. ഈ പുള്ളി പിന്നെ ഈ 110 ഒരെണ്ണം. പിന്നെ RW ആയില്ല, 2 പേരുള്ളൂ. നമുക്ക് ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം. ലക്കൊന്നുമില്ല, അതുകൊണ്ട് കിട്ടാൻ വലിയ വഴിയൊന്നുമില്ല. നോക്കാം. പോയി. എടാ പോടാ, ഈ പ്ലെയറിനെ കിട്ടിയോ? എൻ്റെ മോനെ, ഞാൻ ഈ പുള്ളിനോട് വിചാരിച്ചില്ല. ഞാൻ മറ്റേ RW നോക്കി സ്പിൻ ചെയ്തേ. എടാ, പുള്ളിനെ വിൽക്കാൻ പറ്റുമോ? വിൽക്കൂല. പക്ഷേ ഇത്ര നല്ല പ്ലെയറിനെ അത് നോക്കിയില്ലായിരുന്നു. നമുക്ക് ടീമിലിടാൻ പറ്റുന്നു കേട്ടോ. ഞാൻ ഫോർമേഷൻ പറ്റില്ലേ? ഇതായിരുന്നു എൻ്റെ ഫോർമേഷൻ. പിന്നെ സാഞ്ചോ. ഇനി ഈ പുള്ളിനെ ചില ട്രെയിൻ ചെയ്യണമല്ലേ? എൻ്റെ ചില പ്ലേസ് നല്ല ട്രെയിൻ ചെയ്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് റാങ്കപ്പും കൂടി ചെയ്ത് നോക്കാം. എന്നാൽ നല്ല സ്പിന്നായിരുന്നു. ആദ്യമായിട്ട് ഇത്രയും നല്ല പ്ലെയർ. ഡിഫെൻഡിങ് മതി. അപ്പോൾ ഇപ്പം നമുക്കിനി 112 ആവണമെങ്കിൽ ഈ LMനെയും RMനെയും മാറ്റണം. പക്ഷേ ഈ പുള്ളി നല്ല കളിയാണ്. ഈ എല്ലാവരും നല്ല കളിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ട്രെയിൻ ചെയ്യണം. ഈ പുള്ളി 113 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 113 ആവും. ചിലപ്പോൾ ആവും, അത് പറയാൻ പറ്റില്ല. ഈ പുള്ളിയാവും ഇനി. ഈ പുള്ളി ഇനിയാവും 113. അടുത്ത അപ്ഡേറ്റിൽ മെർഷനാനെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് തൊട്ട് അങ്ങനെയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്.
കളിച്ച് നോക്കാം. ഇനി നമുക്ക് 6 ഒന്ന് എടുത്തോട്ടെ. നമുക്ക് ഇത് കളിച്ച് നോക്കണോ? ഈ പുതിയ വെച്ച് കളിച്ച് നോക്കാം. വിനീഷ്യസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോ പുള്ളി നല്ലോണോ? നമുക്കിനി എന്താ ചെയ്യണ്ടേ? ടോട്ടീനെ എടുത്തോളൂല്ലേ? റാങ്ക് പി ഒന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെന്താ, നമുക്കിനി കളിച്ച് നോക്കാം. വേണ്ട, ഇവന്മാരെ രണ്ടുപേരെ ട്രെയിൻ ചെയ്യിക്കണ്ടേ? ഈ വിനി ജൂനിയറിനെ ഞാൻ റാങ്ക് അപ്പ് ചെയ്ത് വെച്ചാണ് ഓൾറെഡി. അന്ന് നല്ല ബാക്ക് ആയതുകൊണ്ട് അന്നേ ഞാൻ കുറേ ദിവസം മുമ്പ് കിട്ടിയത്. അപ്പോൾ റാങ്ക് അപ്പ് ചെയ്ത് ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും. നമ്മൾ കുറേ ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്. ഇനി മുതൽ നമ്മൾ 3 ദിവസം കൂടുമ്പോൾ തന്നെ ഇടാൻ നോക്കാം. 107 108 ഇതെന്താ? എന്തൊരു ബഗ് അടിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് കാണണ്ടോ എനിക്കറിയില്ല. അത് പറ്റില്ല, നമ്മൾ പറ്റില്ല. അപ്പോൾ നമുക്ക് വെച്ച് കളിച്ച് നോക്കാം. ജ്യൂസ് കിട്ടും. 1 മില്യൺ കിട്ടി. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഫുള്ളി മാറേണ്ടതാണ്. നമുക്ക് ഒരു കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ബ്ലോക്ക് ഫുഡ്സിൻ്റെ വീഡിയോ ഉണ്ടാവില്ല, അത് ഫ്രീ അല്ലേ. ബ്ലോക്ക് ഫുഡ്സിൻ്റെ വീഡിയോ ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഫുഡ്സ് ഇച്ചിരി പാടാണ്. പാടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളിനി അതിൻ്റെ നമ്മൾ കുറേ വീഡിയോ ഇട്ടു അതിൻ്റെ ഓൾറെഡി. നമ്മൾ ബഗ് ചെയ്യാൻ പോവുക. ഈ ബഗ് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പേരിനെ കിട്ടുമെന്ന്. അയ്യോ, അത് പോയി. വേണ്ടി അപ്പോൾ നമുക്ക് ചീത്തപ്പേരിനെ കിട്ടാനാണ് വഴി. നമുക്ക് 10 ഷാർട്സ് കിട്ടി. ഇതിന്ന് എനിക്ക് ഇതിന്നൊക്കെ നന്നായിട്ട് എനിക്ക് ഷാർട്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്ത് നോക്കണം. നമുക്കത് നോക്കാതെ നമുക്ക് ഇത്രയും പ്ലെയറെ മൊത്തം വിറ്റ് കഴിഞ്ഞാൽ 220 കിട്ടും. പക്ഷേ അതങ്ങനെ വിൽക്കണം. ഒരു ദിവസം കുറച്ച് പേരെ കളക്കട്ടെ. നമുക്കൊരു ഇതിന് ഗോൾഡൻ പ്ലേസിനൊക്കെ വെക്കാം. ഇവന് ഇതിൽ 15 മില്യൺ ഉള്ളൂ. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ നോക്കിയപ്പോൾ 44 മില്യൺ കണ്ടല്ലേ കാണിച്ചാൽ. അതിൽ ഇച്ചിരി കുറയും, അത് വേറെ കാര്യം. എന്നാലും അത്ര കുറയ്ക്കുമോ? നമ്മൾ നമ്മളിപ്പോൾ വിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്ലേയേഴ്സും നല്ല, അത് ഓൾറെഡി കുറേ തവണ ചെയ്തു. എൻ്റെ കുറേ പ്ലേയേഴ്സിനെ കൊണ്ട് കളഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ ക്യാപ്റ്റൻസിലെല്ലാം പ്രത്യേകിച്ചെല്ലാം ചെയ്തു. ഇനി അങ്ങനെയൊന്നും ഇതേ ഉണ്ടോ, അതൊക്കെ എടുത്തു. പിന്നെ ഇതും എടുത്തു. പിന്നെ ഈ പുള്ളിയുടെ ഉണ്ടാവുന്നല്ലോ.
ചിലപ്പോ നമുക്ക് ഇവിടെ ഒരു മെർസിലാന കിട്ടും. അപ്പൊ നമ്മളിപ്പോ എടുക്കണോ? നമ്മളത് മെച്ചിരി മേടിക്കാം. എന്നിട്ട് നമുക്കൊരു മാച്ച് കളിക്കാം ഗൈസ്. ചിലപ്പോൾ പൊട്ടുവിട്ടാ പറയാൻ പറ്റില്ല. ചില സമയത്ത് ജയിക്കും. 20 ഷാർട്സ് കിട്ടി. നമുക്ക് ഇച്ചിരി ഷാർട്സ് കുറവാണ്. ഞാൻ കുറച്ച് പ്ലേയേഴ്സിന് മേടിച്ചായിരുന്നു ക്യാപ്റ്റൻസിന്ന്. കുറച്ച് നല്ല പ്ലേയേഴ്സ് നോക്കി. നമുക്കൊരു മെർസിലാന കിട്ടി. ഇനി നമ്മളിപ്പോൾ ഏതായിരുന്നു ഫോർമേഷൻ ഇട്ടാണ്? അപ്പം നമുക്ക് അന്നേരം ടോട്ടീനെ റാങ്കപ്പ് ചെയ്യാം. എന്താ ഇടയ്ക്കൊരു ലാഗ്? ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്റ്റൻസിൻ്റെ ടോക്കൺ ഇല്ല. അപ്പം നമുക്കിനി പോയി ടാപ്പ് ഈ ഫോർമേഷനാണ്. ഞാൻ ഈ ഫോർമേഷൻ ഇട്ട് കളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അത് വേറെ കാര്യം. 109 ആക്കും. ഡ്രിബിളിങ് ഇനി 110 ആക്കാം. ഇച്ചിരി ട്രെയിൻ ചെയ്ത് വെച്ചേക്കാം. ഫിസിക്കല് കൂടാനുള്ളല്ലോ. മാക്സ് ആക്കിയാലോ ഈ റാങ്കപ്പിൻ്റെ? മാത്രം മതി. തീർന്നു. അതിന് എത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി ഒരു VS അറ്റാക്ക് കളിക്കണോ? ഇത് കളിക്കാം. VS അറ്റാക്ക് ഇനിയിപ്പോൾ ഇച്ചിരി പാടായിരിക്കും. കാരണം വേൾഡ് ക്ലാസ് അല്ല, FC ചാമ്പ്യൻ എത്തിയതിൻ്റെ അത്. നമ്മുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. എന്നാലും പക്ഷേ ഉണ്ടല്ലോ, ഈ ടീം ഇടുമ്പോൾ മറ്റേ അറ്റാക്കിൽ ഇത് കുറയണമുണ്ടോ? മറ്റേല്ലെങ്കിൽ 210 അതാണ് ഈ ഫോർമേഷൻ്റെ പ്രശ്നം. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ഒരു ദിവസം ഇത് വെച്ച് കളിച്ച് നോക്കി. പക്ഷെ എനിക്ക് ഇച്ചിരി കളിക്കാൻ പാടായിരുന്നു ഈ ഫോർമേഷൻ വെച്ച്. ഇത്രയും ഭയങ്കര ലാഗ് ഉണ്ട്. ടിക്കിട്ടാക്കിയാണെങ്കിൽ ഞാൻ പൊട്ടി ഉറപ്പാണ്. ടിക്കിട്ടാക്ക എനിക്ക് ഭയങ്കര പാടാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്താടാ ഇങ്ങനെ കിടക്കണേ? നമ്മളത് എടാ അവിടെ നിന്നൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് എന്നെ പൊട്ടത്തര കാണിച്ചവൻ. അവനത് സിമ്പിളായിട്ട് ഗോൾ അടിക്കായിരുന്നു. അവൻ നമ്മൾ നല്ലോണാണെങ്കിൽ അത്യാവശ്യം നല്ല കളിയാ. ആർക്കാ കൊടുത്തതെന്ന് അതിനോ ഐഡിയ. എടാ ശേ, എടോ ഇതെന്തുവാ? എടാ അവനെന്തിനാടാ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യണേ? എനിക്കറിയില്ല ഗൈസ് എന്താന്ന്. ഞാനാണ് നമ്മളങ്ങോട്ട് അറിയും. നിങ്ങളറിയണ്ട, നിങ്ങളറിഞ്ഞറിയാം.
ഞാൻ പറഞ്ഞില്ല കോളമോനി ആ സൈഡ് ഭയങ്കര വീക്കാ. കോളമോനി സൈഡ് നല്ല ആക്രിയാ. പക്ഷെ പുള്ളി സെന്റർ കളിക്കുമ്പോ നല്ല കേട്ടോ. പാസ് ചെയ്താ മതി. എടാ അതെ അതെ, നമ്മളെപ്പോഴിങ്ങനെ കാണാം, നമ്മളിങ്ങനെ പാവായിരിക്കണം. കോളമോനി ആ സൈഡ് വീക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വീക്കാ. പക്ഷെ മറ്റേ എസ് ടി പുള്ളി നല്ല പുള്ളി. എസ് ടി ആണ് പുള്ളി നന്നായിട്ടുള്ള പൊസിഷൻ. അതാണ് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ എന്റെ പൊന്നു ഇവനെന്നെ കളിയാ. അങ്ങനെയല്ല, നമ്മൾ ഓ അയ്യോ അയ്യോ, ഞാൻ എന്നാ തേങ്ങ കാണിച്ചേ. ഇടിക്കന്നെ അവിടെ മര്യാദയ്ക്ക് എൻ്റെ പേര് നിന്ന ഞാൻ ചുമ്മാ കൊണ്ട്. ഓ നല്ല ലാഗ്. ഓ വൈഫൈ ആരുടെ? എൻ്റെ വൈഫൈ അല്ലല്ലോ. ഓ സ്റ്റക്കായിപ്പോയി. എൻ്റെ വൈഫൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. ഇതെന്താ? ഇതെൻ്റെ വൈഫൈയുടെ പ്രശ്നമല്ല ഗൈസ്. എൻ്റെ വൈഫൈ ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വൈഫൈ പ്രശ്നമില്ല. അടിച്ചു പോകാൻ. ഓ എന്നാ ലാഗാ, കളിക്കാൻ പോലും പറ്റുന്നില്ല. എടാ അത് ഞാൻ നല്ല ഗോൾ അടിച്ചേനെ, അതാ ലാഗ് കൊണ്ട കളഞ്ഞു. എടാ ഇതെന്താ എനിക്ക് ലാഗ്. നമ്മളൊന്നും എന്ത് ചെയ്യണ്ടേ? ഇതെന്ത് തേങ്ങയാ? എടാ ഈ കളി തോറ്റ എൻ്റെ പ്രശ്നമൊക്കെയല്ല കേട്ടോ. ഗായ്സ് നമ്മളൊരു ഗോൾ അടിച്ചു. ആ ലാഗിൻ്റെ അടുക്കാണെന്ന് ചത്ത്. അയ്യോ വേണ്ട, നമ്മളങ്ങനെ ചെയ്യാൻ കഴിയില്ല. മിസ് ക്ലിക്ക് ചെയ്ത് തന്നു. അതെനിക്ക് ഗോളിക്ക് ബെസ്റ്റ് കളി വെച്ച് ഗൈസ്. അവൻ്റെ വൈഫൈക്ക് പ്രശ്നം, എൻ്റെ വൈഫൈ വലിയതൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോർമേഷൻ വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ വേൾഡ് ക്ലാസ് 1 അതാണ് നമുക്കൊന്നും കിട്ടാതെ. നമുക്കിന്ന് ലെജൻഡറി എത്തിക്കാൻ നോക്കാം. എനിക്കാണ് ഇപ്പോഴത്തെ പ്ലേയേഴ്സ് ഞാൻ എടുക്കാനുള്ളത് കാരണം എനിക്കത് എടുക്കേണ്ട ആവശ്യമില്ല. ചലഞ്ച് മോഡിലല്ല വന്നത്. നമുക്കൊരു വി എസ് ഒറ്റയ്ക്ക് കളിച്ച് നോക്കാം. ഞാൻ വി എസ് ഒറ്റയ്ക്ക് എഫ് സി ചാമ്പ്യനായി പിന്നെ അങ്ങനെ കളിച്ചൊന്നുമില്ല. നോക്കട്ടെ. പുലിയാണ് കളിച്ചോന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല.
ഈ അടുത്ത ഗെയിം ഏതാ കളിക്കണേ നിങ്ങൾ പറയുക. അത്രയുള്ളൂ. നമുക്ക് ബേസിക് ചാൻസസ് ആണ് കാണിക്കുന്നത്. 113. ഓ എൻ്റെ 113 എൻ്റെ 112. ഓ ഒരു ഗോഡ് ഗേസ്. അതെന്താ സംഭവിച്ചെന്ന് വരെ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ അത് കോളായാനെ. ഓ അടിപൊളിയാണല്ലോ. 3-3. അത് നമ്മൾ ലാസ്റ്റ് നമ്മളെ പൊട്ടുക ഉറപ്പാ. ഇതാ നമ്മളെ FC ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ VS ഇട്ടെങ്കിലെ പ്രശ്നം അതാ. ഓ വിനീഷ്യസ് തന്നെ കളിയാ. അയ്യോടാ ഞാൻ കൊണ്ട് കളഞ്ഞു. എടാ അത് ബാറി തട്ടിപ്പോയി. 5-6 കളി വെട്ടി സമയമില്ല. എന്തോ കാണിച്ചെന്നല്ല കണ്ടില്ല. വേഗോട്ടെ പറ്റൂന്ന് ചോദിച്ച എടാ ആദ്യം ഞാൻ പാസ് ഇട്ട് കൊടുത്തു. അവനിപ്പോൾ 8 കൂടി അടിച്ചെനിക്ക്. അയ്യോ സ്റ്റാറും പോയി. കുഴപ്പമില്ല, സെറ്റാക്കാം. അതിൻ്റെ ഫോർമേഷൻ ഇച്ചിരി നല്ലതാണ്. പക്ഷെ നമുക്കൊരു RW കൂടി വേണം. അത് ഞാൻ ഒപ്പിക്കാൻ നോക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ വിറ്റിട്ട് ചിലപ്പോൾ നമുക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ക്യാപ്റ്റൻസിൻ്റെ ഇതിൽ ഏതെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഈ കളിയോട് കഴിഞ്ഞിട്ട് നോക്കാം. വാവ് അത്യാവശ്യം നല്ല ടീമാണ്. നല്ല ടീമാണ് അത് പറഞ്ഞിട്ട്. നമ്മൾ FC ചാമ്പ്യനായ ഇന്ത്യയാണ്. വിനി ജൂനിയർ അത്യാവശ്യം നല്ല കളിയാണ്. അത്യാവശ്യമല്ല. 3-2. കോളമോനിക്ക് ഈ സൈഡ് എനിക്ക് പേടി. നമുക്ക് ചിലപ്പോൾ കൊണ്ട് കളയും. കോളമോനി ചച്ചില്ല ഗൈസ്. 5-4. നോക്കട്ടെ. അയ്യോ എടാ ആ ലാസ്റ്റ് മിനിറ്റിൽ ആ ലീഡ് കൊണ്ട് കളഞ്ഞു. 7-8. കളി പോവാനാ ചാൻസ്. 8. എടാ ഓടിക്കാം. എടാ പോളാ 9-10. ഇത് ചില സമയത്ത് VS അറ്റാക്കിലെ പ്രശ്നം. ചില സമയത്ത് ചതിക്കും. അയ്യോ നമ്മുടെ ലീഡ് കൊളെ കൊണ്ട കളഞ്ഞു. നമുക്കിനി FC മറ്റേ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻ എടുത്ത് വെക്കാം ആദ്യം. അതൊന്നും എടുക്കാൻ പറ്റില്ല. 4000 ഇത് വേണം. ഷോർട്സ് വേണം. അതിൻ്റെ അകത്ത് RW മെസ്സി ഉണ്ട്. 111 മെസ്സി. LW ആയിട്ട് റൊണാൾഡോ ഉണ്ട്. എപ്പിക്ക് നല്ല സെറ്റപ്പ്. 4000 വേണം. ഭയങ്കര പാടച്ചിരി. കിട്ടൂല അതെന്തായാലും ഉറപ്പാണ്. ഇനിയിപ്പോൾ അപ്ഡേറ്റും വരാൻ പോവുക.
നേരത്തെ RW ആയിട്ട് 109ന്റെ പുള്ളിയുണ്ട്. വേറെ ഈ കൊണ്ടെടുത്തോട്ടെ, എല്ലാ വീക്കിലും നോക്കാം. അത് 450 ഷാർട്സ് ആണ്. ഇതിൻ്റെ അകത്ത് 1200. അത് ഇച്ചിരി കഷ്ടപ്പാടാണ്. അത് നമ്മളൊക്കെ 108ന്റെ ഉണ്ട്. പിന്നെ RW, പിന്നെ വീക്ക് 2 കാര്യം ഇപ്പം നോക്കി പറഞ്ഞു. RW ബേലയുണ്ട്. ഈ പുള്ളിയെ മറ്റേ സ്പിൻ ചെയ്തപ്പോൾ കണ്ടായിരുന്നു, കിട്ടിയില്ല. പിന്നെ RW ആയിട്ട് ആരുമില്ല. വീക്ക് 3 നമുക്ക് വീക്ക് 4 ഇപ്പം ഏറ്റവും നന്നായിട്ട് കാണിച്ചത്. ഈ പുള്ളിയെ എനിക്ക് കിട്ടിയ 800 ഷാർട്സിൻ്റെ. ഇതിൻ്റെ അകത്ത് LW ഈ പുള്ളിയാണ്. എന്താണ് ബാലൻസ്? ഇത് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഡിഫെൻഡിങ് വീക്കാണ്. അത് കുഴപ്പമില്ല, നമുക്ക് പറ്റുമോ നോട്ടെ. നമുക്ക് 300 എന്തായാലും ഒപ്പിക്കാം. 300 ഒപ്പിക്കാം. പക്ഷെ 800 ഇപ്പം പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇമാര് ഫുള്ളങ്ങ് വിറ്റാൽ മതി. 220. പക്ഷെ എനിക്ക് ഇവനെ വിൽക്കാം. പിന്നെ ഇവനെ വിൽക്കാൻ പറ്റൂല. ഇവൻ ടീമിലുണ്ട്. 190 കിട്ടും. പിന്നെ ഇതാണൊരു ഹോപ്പ്. ഇതിൽ വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് 5000 മറ്റേ എക്സ്ചേഞ്ചിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. പിന്നെന്താ, 10:30 ഗൈസ്. നമ്മളിനി ഒന്നും കൂടി VS അറ്റാക്ക് കളിക്കണോ? അല്ല, ഹെഡ് തന്നെ കളിക്കാം. നമുക്കൊന്ന് ലെജൻഡറി എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. സത്യം പറഞ്ഞാൽ ശരി നൂബാട്ടോ ഞാൻ. ഈ 108 109 എനിക്ക് തോന്നണു. അല്ല, 110 എനിക്ക് തോന്നുന്നു. ഇനി കോളമുവാനീനെ മാറ്റണം കേട്ടോ. പുള്ളി മാത്രം പുള്ളി 110 പക്ഷെ പുള്ളിയുടെ പൊസിഷൻ അവൻ്റെ ഫോർമേഷൻ കിടുക്കുക. എടാ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നിരിക്കും. ബെസ്റ്റ് അവൻ ജയിച്ചു. ഗുഡ് ജോബ്. കവർ ചെയ്ത് അടിച്ചോ. കീടു ഇവൻ ഹെഡ് മാനാട്ടോ. ക്ലിയർ ചെയ്ത്. എടാ സൈഡ് ടാക്കിൾ ചെയ്തു അവൻ കളി നന്നായിട്ട് പഠിച്ചവനാട്ടോ. എടാ വെറോണ എന്നെ കാട്ടിയേ. പുള്ളി അത് വിചാരിച്ചെടുക്കായിരുന്നു. അയ്യോ, കളി പൊട്ടിയില്ല. എടാ അവനൊക്കെയാണ് എന്നാ സിമ്പിളായിട്ട് ഓടിക്കായിരുന്നത്. അവന് ഹെഡ് ചെയ്യാനാണോ? എനിക്ക് സംശയമുണ്ട്. അയ്യോ, ഞാൻ മിസ് ക്ലിക്ക് ചെയ്തു. ഒറ്റടി അടിച്ചു കണ്ട. ഇവൻ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കളിക്കും. കാരണം അവൻ്റെ നല്ല കളിയാ സത്യം പറഞ്ഞ. അവൻ എത്ര ചാൻസ് കിട്ടി അവൻ ഈ ബോക്സിന്റെ അടുത്ത് വന്നിട്ട് ചുമ്മാ ഷൂട്ട് ചെയ്യുക.
കളി പൊട്ടുമോ? പേടിയുണ്ട്. എടുത്തില്ല ഗസ്, അതുകൊണ്ട് കളഞ്ഞു. എടാ എടുക്ക്. യെസ്, അതുകൊണ്ട് എടാ അത് കളയണ്ടായിരുന്നാടാ. ശേടാ. അയ്യോ കൊളമോനി കളയലേ. കളഞ്ഞു. എടാ ഞാൻ പാസ് കൊടുത്തില്ല. അത് എടാ ചുമ്മാ കൊണ്ട് കളയ. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരില്ല. ചില സമയത്ത് എന്റെ പൊന്നു. ഓഫ് സൈഡ് കാണിക്കണ്ട, എനിക്കറിയാം. എനിക്കറിയില്ല. ഇവിടുന്ന് ഷൂട്ട് ചെയ്യില്ലേ? നമ്മള് കമൻട്രി ഓണാണ് ഗൈസ്. എന്റെ പൊന്നു, അവൻ ചുമ്മാ സമയം കളയാൻ നോക്കുക. ബുദ്ധി. ഈ ലാഗ് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. എടാ ഈ ലാഗ് കറക്റ്റ് ഗോൾ അടിക്കുന്ന സമയത്താ വരുള്ളൂ. കണ്ടോ, നമ്മളിടയ്ക്ക് സ്റ്റക്കായി വരെ പോയി, എന്നിട്ട് ഓടിച്ചേ. എന്താന്നറിയില്ല, നല്ല ലാഗ് അടിക്കണ്ട. നമ്മളെ വീഡിയോ ഇതോടെ ചിലപ്പോൾ നിർത്തും. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോയി. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. ലാഗ് അടിച്ചിട്ട് എന്നാലും കളിക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. ഈ ലാഗ് കാരണം എടാ ഞാനത് ജയിച്ചോണ്ടേനെ. അത് ഞാൻ നന്നായിട്ട് അടിച്ചേനെ, അത് ലാഗ് അടിച്ചിട്ടാ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി ഒന്നുകൂടി സ്പിൻ ചെയ്യാൻ നോക്കാം വേണമെങ്കിൽ. അത് കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി, 39 മിനിറ്റായി. നമ്മൾ വേഗം നിർത്താം ഗൈസ്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യും, നമുക്ക് എക്സ്ചേഞ്ച് പോയിട്ട് അതിനുണ്ടോ റൊട്ടേഷൻ വെക്കാൻ പറ്റും. ഇത് വേണ്ട അതിലാവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോൻ്റെ അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഗെയിം തന്നെ വേണമെങ്കിൽ കളിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.